ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നഴ്സറി മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. നോട്ട് ബുക്കുകൾ, കുട, ബാഗ്, ടിഫിൻ ബോക്സ്, മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവയാണ് വിദ്യാർത്ഥികൾക്കായി നൽകിയത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഗാന്ധിഗൃഹത്തിൽ അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് NGO കോൺഫെഡറേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, കർഷകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രയോജനകരമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പണക്കാരന്റെ മക്കളെ പോലെ പാവപ്പെട്ടവന്റെ മക്കളും നന്നായി തന്നെ പഠിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തരം NGO സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ഒരുപാട് NGO യൂണിയനുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പല NGO സംഘടനകളുടെയും പിന്നാമ്പുറത്തേക്ക് പോയാൽ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥകളാണ് പുറത്തു വരാറുള്ളത്. പക്ഷേ നമ്മുടെ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. വിദ്യാസമ്പന്നനുള്ള സംസ്ഥാനം എന്നതുകൊണ്ട് തന്നെ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സംസ്ഥാനം എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇത്തരം സംഘടനകൾ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാൻ സാധ്യതയില്ല. ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. നാഷണൽ കൗൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം, ജില്ലാ സെക്രട്ടറി P. സുരേഷ് ബാബു, അഡ്വക്കേറ്റ് P. ജാനകി, ഫാദർ ജോസ് പ്രകാശ്, രുക്മിണി ഉണ്ണികുളം തുടങ്ങിയവർ സംസാരിച്ചു. ജോയ് നെടുമ്പള്ളി, T. സുജിത, V. ഷബീർ, V. ഷീന, സിദ്ധാർത്ഥ്, ചന്ദ്രിക, പ്രതീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നഴ്സറി തലം മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് പഠനോപകരണങ്ങൾ നൽകിയത്. വിവിധ കമ്പനികളുടെ CSR, മാർക്കറ്റിംഗ്, ക്രൗഡ് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടി അരങ്ങാടത്തുള്ള ബാറിന് മുന്നിൽ മദ്യപിക്കാനെത്തിയ യുവാക്കളുടെ പരാക്രമം. സമീപവാസികളെ